ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു മധുരക്കിഴങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മധുരക്കിഴങ്ങ് നിങ്ങളെല്ലാവരും പുഴുങ്ങിയാണ് കഴിക്കുന്നത്. എനിക്ക് പുഴുങ്ങി കഴിക്കുന്നതിനോട് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഞാനിവിടെ ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. അതിന് ഒരു മധുരക്കിഴങ്ങ് എടുത്ത് തൊലി നന്നായിട്ട് കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി ഞുറുക്കിയെടുക്കാം. അതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ അടുപ്പിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം. കാന്താരി മുളകും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായി വഴറ്റി കൊടുക്കാം. ഞാൻ ഈ രീതിക്കാണ് ചെയ്യുന്നത്. പുഴുങ്ങി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുന്നതാണ്. ഞുറുക്കി വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പുമായി ഒന്ന് നല്ലതുപോലെ മധുരക്കിഴങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അടുപ്പിൽ വെച്ച് തീ കുറച്ച് വേവിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ എണ്ണയൊക്കെ വറ്റി വരും. എണ്ണ ഒരുപാട് ചേർത്തിട്ടില്ല. 2 ടേബിൾ സ്പൂൺ മാത്രം കടുക് വറുക്കാനേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ മധുരക്കിഴങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. മധുരക്കിഴങ്ങ് ഷുഗറുകാർക്കും ഷുഗർ അല്ലാത്തവർക്കും കഴിക്കാൻ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ മധുരവും ആവശ്യത്തിന് എരിവും ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.